നമസ്കാരം. CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഇപ്പം കേരളം വിട്ടുകഴിഞ്ഞാൽ ഇപ്പം JNU-വിലോ അങ്ങനെ ചില മേഖലകളിലൊക്കെ SFI-യുടെ സാന്നിധ്യമുണ്ട്. അതൊക്കെ കൂടുതലും മലയാളി വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടാവാൻ സാധ്യതയില്ല. CPM പോലുമില്ല. അപ്പോൾ പിന്നെ SFI പ്രവർത്തിക്കുന്നുണ്ടാവാനുള്ള സാധ്യത തീരെയില്ല. പക്ഷേ ഇവർ പലയിടത്തും ആളുകളെ ഭീഷണിപ്പെടുത്തി, അതായത് ഒരു വീഡിയോ, അതായത് കേരളത്തിലല്ല മറ്റേതോ ഒരു സംസ്ഥാനത്താണ്, തോന്നുന്നത് ഡൽഹിയിലാണ് എന്നാണ്, എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. ഇവർ ബസ്സുകളിലും അതുപോലെ പൊതു സഞ്ചാര കേന്ദ്രങ്ങളിലും ഒക്കെ കയറി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നു എന്നുള്ള ചില പരാതികൾ വന്നിരുന്നു. അതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് SFI എന്ന് പറഞ്ഞിപ്പം അവർക്ക് പണപ്പിരിവ് നടത്താം, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള പിരിവ് ഫണ്ട് കാര്യങ്ങളുണ്ട്. ഇത് ബോക്സ് പിരിവാണ്. കൃത്യമായ റെസിപ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇവർ പണം പിരിക്കുകയാണ്. അപ്പം അത് മറ്റൊരു വിദ്യാർത്ഥി ബസ്സിൽ ഇരുന്ന ഒരു പെൺകുട്ടി അത് ചോദ്യം ചെയ്യുന്നു. ഉടനെ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ്, ഈ പെൺകുട്ടിയെ വിരട്ടുകയാണ്. പലപ്പോഴും ഈ പെൺകുട്ടി ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഇവർക്ക് മറുപടിയില്ല. ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ ഈ പിരിവ് നടത്തിക്കൂടി, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ ഇത് നടത്തിക്കൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടാന്തരം കയറി ഇത് ചെയ്തുകൂടി, യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ കയറി നിർബന്ധിതമായി പണപ്പിരിവ് നടത്തുന്നു, അതും ചെറുതൊന്നും കൊടുത്താൽ പോരാ, 100 രൂപ മിനിമം കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ SFI എന്നുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം കാണിക്കുന്ന ഒരു ചെറിയ കാര്യം എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നത് മാത്രമല്ല, പണം നൽകാത്തവരെ ഭീഷണിപ്പെടുത്തുകയും ചോദ്യം ചെയ്യുന്നവരെ അസഭ്യം പറയുകയും ചെയ്യുന്നു. ഇത് SFI-യുടെ സംസ്കാരമാണ്. അതിപ്പോൾ ഏത് നാട്ടിൽ പോയാലും ഇവന്റെ സംസ്കാരം ഇത് തന്നെയായിരിക്കും. CPM-ന്റെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ, അത് അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായാലും ശരി, അവരുടെ യുവജന പ്രസ്ഥാനമായാലും ശരി. മാർക്കണ്ഡേയ കഞ്ചുവിനോട് DYFI എന്ന് പറഞ്ഞപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. അറിയാൻ സാധ്യതയില്ല. ഇത് വളരെ കുറച്ച് മേഖലകളിൽ മാത്രമാണ് SFI പ്രവർത്തിക്കുന്നത്. ഡൽഹി JNU കേന്ദ്രീകരിച്ച് മലയാളി വിദ്യാർത്ഥികൾ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും പലപ്പോഴും ഇവർ ക്ലച്ച് പിടിക്കാറില്ല. മാത്രമല്ല, ഇവർക്ക് മറ്റു പല ഏജൻസികളുമായിട്ടും, രാജ്യവിരുദ്ധ ഏജൻസികളുമായിട്ടും ഒക്കെ ബന്ധം സ്ഥാപിച്ച് ഇടത് ജിഹാദി കൂട്ടുകെട്ടിന്റെ ഒരു പ്രയോക്തകരായി മാറുകയാണ് സത്യം പറഞ്ഞാൽ SFI അവിടെയൊക്കെ തന്നെ ചെയ്യുന്നത്. അതിനിടയിലൂടെയാണ് ഈ പിരിവും ഈ ഭീഷണിയും ഒക്കെ തന്നെ. ഇതൊക്കെ തന്നെയല്ലേ ഇവിടെയും ക്യാമ്പസുകളിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി. എവിടെ പോയാലും ഇത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, ഇവിടെ SFI-ക്കാരെ പേടിച്ച് പണം കൊടുക്കുകയും പാർട്ടിയിൽ ചേരുകയും അവർക്ക് വേണ്ടി നോട്ടീസ് ഒട്ടിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളെ കാണാം. പക്ഷെ വടക്കേന്ത്യയിൽ അങ്ങനെ കാണില്ല. കുറെ മണ്ടന്മാർ ഇങ്ങനെ SFI ആണ് എന്ന് പറഞ്ഞ് ബാഡ്ജൊക്കെ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും, കിടന്ന് ബഹളം കൂട്ടും, ഇലക്ഷനൊക്കെ മത്സരിക്കും, കുറെ എണ്ണം ജയിക്കും, കുറെ എണ്ണം തോക്കും. എന്തൊക്കെയായാലും SFI എന്നത്, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പേരുണ്ട് എന്നുള്ളതല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും നമ്മൾ ആരും കണ്ടിട്ടില്ല. കാശ്മീരിൽ ഇവരുടെ പേര് SFK എന്നായിരുന്നു, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് കാശ്മീർ. കാശ്മീർ വേറെ രാജ്യമാണെന്നാണ് ഇവറ്റകൾ കരുതിയിരിക്കുന്നത്. വ്യാപകമായി പണപ്പിരിവ് നടത്തുന്ന കാര്യമാണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമ വീഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ആരുടെ നിർദ്ദേശാനുസരണമാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അതത് കലാലയങ്ങളിൽ കൂടാതെ പൊതു ഇടങ്ങളിൽ, മാർക്കറ്റുകളിൽ, ബസ്സുകളിലൊക്കെ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ബോക്സ് പിരിവ് നടത്തുകയാണ്, കൃത്യമായ റെസിപ്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ. SFI-കാരൻ എവിടെ ചെന്നാലും SFI-കാരൻ തന്നെ. അവരുടെ സംസ്കാരം അങ്ങനെയാണ്. പിരിവ് കൊടുത്തില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന ഭീഷണി, വിരട്ടൽ, സ്ത്രീകളെ അടക്കം ഭീഷണിപ്പെടുത്തൽ. ഇവിടെ സ്ത്രീകൾക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ ഒരു നേതാവിനെ ഓർമ്മയില്ലേ? ജാതിപ്പേര് വിളിച്ചുകൊണ്ട് വയറ്റിലുണ്ടാക്കി തരും എന്നൊക്കെ പറയുന്ന ആ സംസ്കാരം, അതൊക്കെ ഇവരെവിടെ ചെന്നാലും കാണിക്കും. അത് തന്നെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. SFI ബാഡ്ജും കുത്തി ഇങ്ങനെ നടക്കുകയാണ്, തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഭീഷണിയുണ്ട്, വിരട്ടലുണ്ട്, കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടിയില്ല, അതിനും തിരിച്ചു വിരട്ടലുണ്ട്. കുറെ കഴിയുമ്പോൾ മനസ്സിലാകും ഇതെങ്ങനെയാണ് ഈ പാർട്ടി തുടക്കം മുതലേ, അതായത് ഇവരുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ പാർട്ടിയും ഈ കമ്മ്യൂണിസവും ഒക്കെ എങ്ങനെ ഇല്ലാതായി, ലോകത്ത് എങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ യുവാക്കളെ നോക്കിയാൽ മതി. അവരുടെ ആ ഒരു പ്രവൃത്തി കണ്ടാൽ മാത്രം മതി ഇതെങ്ങനെ ഈ പാർട്ടി ഇത്രയും അധപ്പതിച്ച് തകർന്നടിഞ്ഞു പോയി എന്ന്. ഇവറ്റകളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക്